ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾ കൃഷിയെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഏവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മഞ്ഞൾ പറിച്ച് പുഴുങ്ങി ഉണക്കി വെച്ച സമയത്ത് വിത്തിനായിട്ട് നല്ല മഞ്ഞളുകൾ എടുത്തു വെച്ചിരുന്നു. ആ മഞ്ഞൾ ഇപ്പോൾ ഇതുപോലെ മുളകളൊക്കെ വന്ന് നമുക്ക് നടാൻ പറ്റിയ പാകത്തിന് ആയിട്ടുണ്ട്. ആ മഞ്ഞൾ നമ്മളിന്ന് കൃഷിയിടത്തിൽ നടാനായിട്ട് പോവുകയാണ്. മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ നമ്മുടെ ആഹാരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അതിൽ ഭക്ഷണത്തിലെ രുചി വർദ്ധിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ് മഞ്ഞൾ. മണ്ണിനടിയിലെ പൊന്നിൻ കട്ട എന്നാണ് നമ്മൾ മഞ്ഞൾ അറിയപ്പെടുന്നത്. മഞ്ഞളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ പ്രതിരോധശേഷി കൂട്ടാനും ചർമ്മ സംരക്ഷണത്തിന് നമ്മൾ മഞ്ഞൾ വളരെയേറെ ഉപയോഗിക്കുന്നു. മായം കലരാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് ഒരു മഞ്ഞൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അത് സാധിക്കുന്നതാണ്. മഞ്ഞൾ നടുന്ന സമയത്ത് മിതമായും എന്നാൽ മഞ്ഞൾ നട്ടതിന് ശേഷം സമൃദ്ധമായിട്ടും മഴ ആവശ്യമാണ്. അതുപോലെ മഞ്ഞൾ നട്ടെടുത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് മഞ്ഞളിന് ഹാനികരമാണ്. ആദ്യം നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾ നടാനായിട്ട് കൃഷിസ്ഥലം നന്നായി കിളച്ച് പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. കൃഷിസ്ഥലം നന്നായി കിളച്ച് പരുവപ്പെടുത്തിയെടുത്ത സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തടങ്ങൾ എടുത്തിട്ട് നമുക്ക് മഞ്ഞൾ നടാം. പിന്നെ നമ്മൾ മഞ്ഞളിന് പ്രധാനമായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അങ്ങനെ ആ ചാണകപ്പൊടി നമ്മൾ ഈ തടത്തിലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾ നടാനായിട്ട് പോകുന്നത്. വലിയ പരിചരണമൊന്നും കൂടാതെ സമൃദ്ധമായി വളരുന്ന മഞ്ഞൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യാൻ നമുക്ക് ഏവർക്കും കഴിയുന്നതാണ്. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് മായം കലരാത്ത മഞ്ഞൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഈ മുള വന്ന ഭാഗം മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ നടേണ്ടത്. ഇങ്ങനെ എല്ലാം നട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പൊതയിട്ട് കൊടുക്കണം. പൊതയെന്ന് പറയുന്നത് നമ്മുടെ പച്ചില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മഴ പെയ്യുമ്പം അതിൻ്റെ മുകളിൽ വെള്ളം വീണ് തടത്തിൽ മണ്ണ് പോകാതിരിക്കാൻ സഹായിക്കും. മാത്രമല്ല വെള്ളം വീണിട്ട് ഈ പച്ചിലകളെല്ലാം അഴുകി നമുക്ക് നല്ലൊരു വളമായിട്ട് അത് ചീഞ്ഞ് വളമായിട്ട് മഞ്ഞളിന് നല്ലൊരു വളമായിട്ടും മാറും. മഞ്ഞൾ നട്ട് ഒരു 3-4 മാസം വരെ ചെടികൾക്ക് നല്ല ഒരു വളർച്ചയുണ്ടാകും. ഈ സമയത്ത് നമുക്ക് പച്ച ചാണകം നേർപ്പിച്ച്, ഒത്തിരി കെട്ടിയായിട്ടില്ല, നേർപ്പിച്ച് നമുക്ക് പച്ച ചാണകം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ മഞ്ഞൾ കൃഷിക്ക് പൊതുവേ കീടരോഗബാധ കുറവായിരിക്കും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്. എന്നാൽ ഒത്തിരി സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് മഞ്ഞളിന് നല്ല വിളവ് ലഭിക്കുന്നതാണ്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയവയുടെ ഇടയിൽ ഇടവിളയായിട്ട് നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.